ഹയാറ്റസ് ഹെർണിയ ഉള്ളവർ ഹയാറ്റസ് ഹെർണിയ മൂലം നെഞ്ചരിച്ചിലുകൾ അല്ലെങ്കിൽ നെഞ്ചിൽ ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്ന പോലെ അനുഭവപ്പെടുക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, പുളിച്ചുതികട്ടൽ അനുഭവപ്പെടുക, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഇതിന്റെ പ്രധാനമായിട്ടും കാരണം അല്ലെങ്കിൽ ഇതിന്റെ തീവ്രത കൂട്ടുന്ന ഒരു കാര്യമാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കിടക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് കിടക്കാണ്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രമിക്കുക. വലത്തോട്ട് തിരിഞ്ഞ് കിടക്കുക അബ്ഡോമിനൽ കണ്ടന്റിൽ പ്രഷർ കൂടുകയും ഇതുപോലെ ഹയാറ്റസ് ഹെർണിയ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അമിതമായിട്ട് ഭാരം എടുത്ത് ജോലി ചെയ്യുന്ന ജോലികൾ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹയാറ്റസ് ഹെർണിയ പോലെ ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളുടെ തീവ്രത ഇങ്ങനെ ഭാരം എടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ തീവ്രത കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കാതിരിക്കുക. കുറച്ച് വിശപ്പ് നിർത്തിയിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന നിർത്തുക. അതോടൊപ്പം തന്നെ വൈകിട്ട് രാത്രിയിലത്തെ ഭക്ഷണം ഒരു 8 മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുകവലി, മദ്യപാനം. ഹയാറ്റസ് ഹെർണിയ ഉള്ളവർ പുകവലി, മദ്യപാനം തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തീവ്രത കാര്യമായിട്ട് തന്നെ ഗണ്യമായിട്ട് കൂടുകയും പിന്നെ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് വരെ പോകുന്നത് പൊതുവെ കണ്ടുവരാറുണ്ട്.